ഇന്ന് തൃക്കാർത്തികയാണ്. കോട്ടപ്പുറം കാവിലെ ലക്ഷദ്വീപം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് അംഗനവാടി പോകാൻ കള്ളത്തരം കാട്ടി ആമിക്കുട്ടി ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴേക്കും ഉറങ്ങി തൂങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് ഇവിടെ വേറൊരു അമ്പലത്തിൽ പൂരം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്രയ്ക്ക് തിരക്കില്ല. അവിടെ ഏട്ടനും ചേച്ചിയൊക്കെ വന്നത് കാരണം ഞങ്ങൾ അവരെ കൂടെ തന്നെ കൂടി. ഞങ്ങൾ വലിയ തിരക്കില്ലാത്തൊരു സ്ഥലത്ത് തന്നെ പോയിട്ട് നിന്നു. അവിടെ ഇങ്ങനെ ചിരാതിൽ എണ്ണയും തിരിയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1,00,000 വിളക്കുകൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. തൃക്കാർത്തികയുടെ അന്ന് വൈകിട്ട് ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മൾ ചെയ്ത തിന്മകൾ എല്ലാം മാറി ഐശ്വര്യം ചൊരിയും എന്ന വിശ്വാസം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. വൃശ്ചിക മാസത്തിലെ കാർത്തികയും പൗർണിമയും ചേർന്ന് വരുന്ന തൃക്കാർത്തിക ദുർഗാദേവിയുടെ ജന്മദിനമായതിനാലാണ് അന്നേ ദിവസം തൃക്കാർത്തിക മഹോത്സവമായി ആഘോഷിക്കുന്നത്. ദീപങ്ങളുടെ ഉത്സവമായിട്ട് ദീപാവലി പോലെ തന്നെ തൃക്കാർത്തികയും ആഘോഷിക്കാറുണ്ട്. ഒരു വിളക്കിൽ നിന്ന് തുടങ്ങിയിട്ട് 1,00,000-ലോട്ടുള്ള ആ വിളക്ക് കത്തിച്ച് വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ചെറുതായിട്ട് കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു, പക്ഷെ വിളക്ക് കെടാൻ മാത്രമുള്ള കാറ്റ് വീശിയിട്ടില്ല. നല്ല ഭംഗിയായിരുന്നു. എല്ലാ വിളക്കും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടികളുള്ള കാരണം അവർ വേഗം ഐസ്ക്രീമിൻ്റെ താഴെ പോയിട്ട് സ്ഥാനമർപ്പിച്ചു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറായിരുന്നു. വാനില, സ്ട്രോബെറി, പിസ്ത, ചോക്ലേറ്റ് അങ്ങനെ. അയാളുടെ കിളി പോയ പോലെ ഇരിക്കുകയായിരുന്നു. അയാൾ ഇപ്പം ഇവർ ഏതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കുടുംബവിളക്ക് പറഞ്ഞിട്ട് ഓരോ സ്റ്റാൻഡിലും വിളക്കുകൾ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ തൊഴുത് അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ദർശനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ സൈഡിലൂടെ പോയിട്ട് ഇങ്ങനെ ദേവിയെ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി. താങ്ക്സ് ഫോർ വാച്ചിങ്.